അയോധ്യയിൽ സ്വയംഭൂവായി പ്രത്യക്ഷം സംരക്ഷിച്ചത് ഒരു മലയാളിയാണ്. രാമജന്മഭൂമി മുൻ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റായിരുന്ന കെ നായർ വഹിച്ച പങ്കിനെക്കുറിച്ച് പ്രജ്ഞാപ്രഭ ദേശീയ സംയോജകൻ ജയന്തവും അറിയിക്കുന്നു. രാമഭക്തന്മാരുടെ മനസ്സിലെ വളരെ ഉയർന്ന സ്ഥാനം നൽകിയവർ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മലയാളിയായ കെ നായർ സാർ. കെ നായർ സാർ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ജനിച്ച് വളർന്ന് സമർത്ഥനായ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയതിന് ശേഷം സിവിൽ സർവീസ് പാസ്സായി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തന്നെ ഫൈസാബാദിലെ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചുമതലയേറ്റ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉടനെ തന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്യപ്പെടും. ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് അത്യത്ഭുതകരമായ ഒരു സംഭവം അരങ്ങേറുന്നത്. ഒരു രാത്രിയിൽ രാമക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് രാമലല്ലയുടെ വിഗ്രഹം പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഒരു വലിയ അത്ഭുതത്തെ തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എല്ലാവരും വിവരം കേട്ടറിഞ്ഞ് മനസ്സിലാക്കി രാമക്ഷേത്ര പരിസരത്തേക്ക് എത്തുകയും അവിടെ രാമഭജനകൾ ആരംഭിക്കുകയും ചെയ്തു. രാമകീർത്തനം, രാമപൂജ, ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാൻ തുടങ്ങി. അതായിരുന്നു 49 കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർന്ന് അവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതായി മുകളിൽ, അതായത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അന്ന് യുണൈറ്റഡ് പ്രോവിൻസ് ഉത്തർപ്രദേശൊക്കെ ഉൾപ്പെടുന്ന സംയുക്ത പ്രദേശം, അതിനെ UK എന്നാണ് അന്ന് വിളിച്ചിരുന്നത്, അതിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ വല്ലഭ പന്തും സ്ഥലത്തെ കളക്ടറായ കെ നായർ സാറിനോട് വിവരങ്ങൾ അന്വേഷിച്ച് വിവരം ധരിപ്പിക്കാൻ അതിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കെ നായർ സാർ ആ ചുമതല അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഗുരുദത്ത് സിംഗ് എന്ന് പറയുന്നതായ അസിസ്റ്റൻറ്റ് കളക്ടറെ ഏൽപ്പിക്കുകയും ആ യുവാവായ ഗുരുദത്ത് സിംഗ് ഒരർത്ഥത്തിൽ രാമജന്മഭൂമി മോചനത്തിൻ്റെ ആ ചരിത്രത്തിൽ സിഖ് വിഭാഗങ്ങളുടെ പങ്കിൽ ഒരു പങ്ക് ഗുരുദത്ത് സിംഗ് കൂടിയാണ് നിർവഹിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി. അവിടെ കൂടിയിരുന്ന ആളുകളുടെ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലെ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെയായി ചർച്ച ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇത് ചരിത്രാതീത കാലം മുതലേ ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥലമാണ്. പിന്നീട് അവിടെ നടന്ന ആക്രമണത്തിൽ താൽക്കാലികമായി ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്ന്, രാമഭക്തരുടെ മനസ്സിൽ നിന്ന് രാമക്ഷേത്രം നീക്കം ചെയ്യപ്പെടാൻ ആർക്കും കഴിയുകയുമില്ല. അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണ് ആ പ്രദേശം, അവർക്ക് പൂജ നടത്താൻ തുടർന്നും അനുവാദം കൊടുക്കണം എന്ന നിലയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ ഈ റിപ്പോർട്ട് മുകളിൽ ലക്നൌവിലും ഡൽഹിയിലും എത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾ, കോൺഗ്രസ് പക്ഷത്തുള്ള ആളുകൾക്കത് സ്വീകാര്യമായിരുന്നില്ല. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവരെ പ്രീണിപ്പിക്കുന്നതാണ് മതേതരത്വം എന്ന് ധരിച്ചുപോയ ആ ഭരണ നേതൃത്വം നെഹ്റുവും ഗോവിന്ദ വല്ലഭ പന്തും കെ നായർ സാറിനോട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത് അവിടെ കടന്നുകൂടിയിട്ടുള്ള ഹിന്ദുക്കളെ ഒഴിപ്പിക്കാൻ. നായർ സാബ് അതൊരു കാരണവശാലും ചെയ്യാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു. വൻതോതിലുള്ള രക്തച്ചൊരിച്ചിലിന് അത് ഇടയാകും, ഹിന്ദുക്കൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല, അത് അത്രയ്ക്ക് വൈകാരികമായി അവർക്ക് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് സത്യസന്ധമായ നിലപാട് നായർ സാബ് അന്ന് എടുത്തു. അതിനെ തുടർന്ന് കെ നായരെ സ്ഥാനത്ത് നിന്ന് നെഹ്റു നീക്കം ചെയ്തു. അദ്ദേഹം കോടതിയിൽ പോയി. കോടതിയിലെ തുടർച്ചയായ സംവാദങ്ങൾക്ക് ശേഷം, തെളിവെടുപ്പുകൾക്ക് ശേഷം കോടതിക്ക് ബോധ്യമായി കെ നായർ സാറിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടില്ല എന്ന്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വം നായർ സാറിനെ മാറ്റാൻ വേണ്ടി ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ച കാര്യം കോടതി റദ്ദാക്കി. അദ്ദേഹം വീണ്ടും ചുമതലയേറ്റു. ഒരു ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് വീണ്ടും ആ സ്ഥാനത്തേക്ക് വരണം, താൻ ചെയ്തത് സത്യമാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ജോലി രാജിവെച്ച് അദ്ദേഹം ഫൈസാബാദ് കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് തുടങ്ങി. ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അവിടുത്തെ ഹിന്ദു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. പിന്നീട് ജനപ്രതിനിധിയായി പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അവരും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനോടൊപ്പം
അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം പോലെ വളർന്നു വന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയും ജനപ്രതിനിധിയായി MLA ആയി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുകൊണ്ടെല്ലാം അവിടുത്തെ ഹിന്ദു നവോത്ഥാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഈശ്വരതുല്യമായ സ്ഥാനമാണ് നായർ സാഹിബിന് ഉള്ളത്.